രവീന്ദ്രജിത്ത്, CCTV ദൃശ്യങ്ങൾ പറയുന്നത് എന്താണ്? ഉദ്യോഗസ്ഥരെ ഈ നാട്ടുകാർ ആക്രമിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം. റൂറൽ SP അടക്കം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വധശ്രമത്തിനടക്കമാണ് 30 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നതല്ലേ? ഈ ദൃശ്യങ്ങൾ നിർണായകമാണോ രവീന്ദ്രജിത്ത്? തീർച്ചയായിട്ടും ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അവിടുത്തെ സമരക്കാർക്കെതിരെ, പ്രതിഷേധക്കാർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സമരം അക്രമാസക്തമാവുന്നതിൻ്റെ എല്ലാ തെളിവുകളും ഈ ദൃശ്യങ്ങളിലുണ്ട്. രാവിലെ മുതൽ തന്നെ ഉപരോധ സമരം ആരംഭിച്ചിരുന്നെങ്കിലും വൈകിട്ട് 5:30 മണിക്ക് ശേഷമാണ് ഈ സമരം ഒരു അക്രമ സംഭവങ്ങളിലേക്കും അതുപോലെ തന്നെ ഈ ഫാക്ടറി കടന്നാക്രമിക്കുന്ന രീതിയിലേക്കും ഫാക്ടറിയിലെ ജീവനക്കാരെ ആക്രമിക്കുന്ന രീതിയിലേക്കും ഒക്കെ മാറിയത്. ഫാക്ടറിയിലെ തൊഴിലാളികളെ മർദ്ദിക്കുന്നതും പോലീസുകാരെ മർദ്ദിക്കുന്നതിൻ്റെയും ഫാക്ടറിക്ക് തീ വയ്ക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ ഫാക്ടറിയിലെ വാഹനങ്ങൾക്ക് കല്ലെറിയുന്നതിൻ്റെയും അത് തച്ചു തകർക്കുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ ആ CCTVയിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പോലീസുകാരനെ കൂട്ടം കൂടി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതായത് വളരെ സമാധാനപരമായി തുടങ്ങിയ ഒരു സമരം പിന്നീട് എപ്പോഴോ പോലീസിൻ്റെ ഇടപെടലാണോ, എന്താണ് ഈ അക്രമാസക്തമാവാനുള്ള കാരണം എന്ന് വ്യക്തമാവേണ്ടതുണ്ട്. അതിനൊരു അന്വേഷണം ആവശ്യമാണ്. പക്ഷേ അക്രമാസക്തമായ ശേഷം അവർ ആ ഫാക്ടറിക്ക് നേരെ തിരിഞ്ഞ്, ഫാക്ടറി ജീവനക്കാർക്ക് നേരെ തിരിഞ്ഞ് അവിടുത്തെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ പരുക്കുണ്ടാക്കുന്ന വിധത്തിൽ, നഷ്ടമുണ്ടാക്കുന്ന വിധത്തിൽ വലിയ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട് എന്ന് CCTVയിൽ വ്യക്തമാണ്. പോലീസുകാർക്കും ക്രൂരമായ രീതിയിൽ മർദ്ദനമേറ്റിട്ടുണ്ട്. നിരവധി പേർ പരിക്കേറ്റ് കിടക്കുകയാണ്. റൂറൽ SP ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. ഓക്കെ, നമുക്കൊപ്പം സിനോജ് കൂടിയുണ്ട്. സിനോജ് തോമസ്, നാട്ടുകാർ ഇപ്പോഴും പറയുന്നത് ഈ പ്ലാന്റ് ഇനി വന്നാൽ പോലും അത് അവിടെ അനുവദിക്കില്ല എന്നാണ്. അത്രമേൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നാണോ നാട്ടുകാർ പറയുന്നത്? അക്രമാസക്തമായത് ഈ സമരമൊന്നും അധികാരികൾ ശ്രദ്ധിക്കാത്ത സാഹചര്യത്തിലും ഇതേ പ്ലാന്റ് തിരിച്ചവിടെ വരുന്ന സാഹചര്യത്തിലുമാണെന്നാണോ പറയുന്നത്? അരുകുമാർ, അങ്ങനെ തന്നെയാണ്. കാരണം സഹികെട്ടാണ് നാട്ടുകാർ സമരത്തിന് ഇറങ്ങിയത്. 5 വർഷമായി സമരം തുടരുന്നു. ഇപ്പോഴും അധികൃതരൊക്കെ തന്നെ ഈ ഫാക്ടറിക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു. അതുകൊണ്ടാണ് നാട്ടുകാർ ഈ സമരമുഖത്തേക്ക് ഇറങ്ങിയതെന്നാണ് പറയുന്നത്. ഈ ഫാക്ടറിക്ക് സമീപം ഒപ്പം തന്നെ ഈ പുഴയോരത്തും താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത് രാത്രിയും പകലും വ്യത്യാസമില്ലാതെ വലിയ ദുർഗന്ധമാണ് വരുന്നത്. പുറമേ നിന്ന് ഒരു അതിഥിക്ക് പോലും അവരുടെ വീട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല. വീട്ടിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ തന്നെ ഈ മണം കാരണം ശ്വാസം മുട്ടലാണ്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളാണ്. ആശുപത്രിയിൽ എല്ലാ ദിവസവും ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇതിന് എതിരെ സമരവുമായി രംഗത്ത് ഇറങ്ങിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ മലിനീകരണ നിയന്ത്രണ ബോർഡൊക്കെ തന്നെ പരിശോധനയ്ക്ക് എത്തുന്ന സമയത്ത് ഈ മണം ഉണ്ടാകാറില്ല, ഈ ദുർഗന്ധം ഉണ്ടാകാറില്ലെന്നും നാട്ടുകാർ പറയുന്നു. അതായത് പരിശോധന മുൻകൂട്ടി അറിയിച്ച ശേഷമാണ് നടത്തുന്നത്. ആ ഘട്ടങ്ങളിൽ ഇത്ര ദുർഗന്ധം ഉണ്ടാകാറില്ല. പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാത്രിയും പകലും വലിയ രീതിയിൽ ദുർഗന്ധം ഉണ്ടാകുന്നു. പുഴ മലിനീകരിക്കപ്പെടുന്നു. അവരുടെ ജലസ്രോതസ്സുകളൊക്കെ തന്നെ മലിനമായിരിക്കുന്നു. കുടിവെള്ളം തന്നെ നഷ്ടമായിരിക്കുന്നു. പുഴയിലാണെങ്കിൽ അവർ ഇറങ്ങി കുളിച്ചുകൊണ്ടിരുന്നതാണ്, അലക്കിക്കൊണ്ടിരുന്നതാണ്. ആ പുഴയിൽ പോലും ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഓമശ്ശേരി, താമരശ്ശേരി, ഒപ്പം തന്നെ കോടഞ്ചേരി പഞ്ചായത്തുകളിലെയും കൊടുവള്ളി നഗരസഭയിലെയും ജനങ്ങൾ ഇത്തരത്തിൽ വലിയ ജനകീയ സമിതി രൂപീകരിച്ച സമരത്തിലേക്ക് പോയത്. ആ സമരമാണ് ഇന്നലെ അക്രമാസക്തമായത്. രൂപ ഓക്കെ, ദീപക് മലയമ്മ കൂടി നമുക്കൊപ്പമുണ്ട്. ദീപക് മലയമ്മ, ഇപ്പോൾ ലീഗ് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. CPM-ന്റെ പ്രത്യേകിച്ച് DYFIയുടെ പ്രവർത്തകനാണ് ഒന്നാം പ്രതിയായി നിൽക്കുന്നത്. കോൺഗ്രസിന്റെ ഈ വിഷയത്തിലെ നിലപാട് എന്താണ് ദീപക്? അല്പം മുൻപ് നമ്മൾ DCC പ്രസിഡന്റുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് സമരക്കാർക്കൊപ്പം ഇരകൾക്കൊപ്പം എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരു പാർട്ടിയും ഔദ്യോഗികമായി ഈ സമരത്തെ കൈക്കൊണ്ടിട്ടില്ല അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ നാട്ടിലുള്ള പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ, അത് വിവിധ പാർട്ടികളിലെ നേതാക്കളൊക്കെ തന്നെ ഈ സമരത്തിന്റെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. T മെഹറൂഫ് ഇപ്പോൾ നിലവിൽ ഒന്നാം പ്രതിയാക്കി പോലീസ് FIR ഇട്ടിരിക്കുന്ന മെഹറൂഫ് ആ സ്ഥലത്തുണ്ടായിരുന്നു. ഒപ്പം തന്നെ ലീഗിന്റെ നസീഫ് ഉൾപ്പെടെയുള്ള ആളുകൾ, അയ്യൂബ് ഖാൻ അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ ആ സമരവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന ആളുകളാണ്. അത്തരത്തിലൊന്നും തന്നെ FIR-കൾ പോയിട്ടില്ല എന്നുള്ള ആക്ഷേപം ഉൾപ്പെടെ CPM ഒരു ഭാഗത്ത് ഉയർത്തുന്നുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസിനോട് ഞാൻ കൃത്യമായി തന്നെ DCC പ്രസിഡന്റിനോട് ചോദിച്ചിരുന്നു. ഇതിൽ ഒരു പ്രതിയായിരിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു വാർഡ് അംഗം കൂടിയാണ്. അവർക്കൊക്കെ നിയമസഹായം അടക്കം ആ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ആ കാര്യങ്ങളിലേക്ക് ആലോചന പോയിട്ടില്ല. പക്ഷേ സമരക്കാർക്കൊപ്പമാണ് തങ്ങളുള്ളത്, ഇത് പോലീസിന്റെ കാടത്തമാണ് എന്നുള്ള നിലപാടാണ് പൊതുവെ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. എന്നാൽ സമരത്തെ ഏറ്റെടുക്കുമെന്നോ അത്തരത്തിൽ നിലപാട് സ്വീകരിക്കാൻ നിലവിൽ കോൺഗ്രസ് DCC നേതൃത്വം തയ്യാറായിട്ടില്ല. അതേസമയം തന്നെ ഈ സ്ഥാപനത്തിലുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് ജനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ ഉതകുന്ന സാഹചര്യം ഒരുക്കാതെ അത് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കരുത് എന്നുള്ള നിലപാട് കൂടി കോൺഗ്രസ് ഈ ഒരു ഘട്ടത്തിൽ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്.